അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഇപ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ ഇവിടെ ഇരിക്കുകയാണ്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മളൊരു ഒരുങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, നാളെ എപ്പോഴാണ് പോവേണ്ടത്, ഏത് ഡ്രസ്സാണ് ധരിക്കേണ്ടത്, ഏത് ബസ്സിന് പോകണം എന്നുള്ളതൊക്കെ. ഏതൊരു യാത്രക്ക് മുമ്പും നമ്മളൊരു മുന്നൊരുക്കം നടത്തും. ഒരു കല്യാണത്തിന് പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാണ്ട് പോവല്ലല്ലോ ചെയ്യുക. കല്യാണത്തിന് പോകേണ്ട ഡ്രസ്സൊക്കെ ആദ്യം നമ്മൾ റെഡിയാക്കി വെക്കും. അപ്പോൾ കല്യാണം ആയാലും ഇനി ഏതെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനായാലും ഒക്കെ ഒരു യാത്രക്ക് മുമ്പ് നമ്മളൊരു മുന്നൊരുക്കം നടത്തും എന്നുള്ളതാണ്. ഇവിടെ നമ്മളെ ജീവിതം എന്നുള്ളത്, ഈ ദുനിയാവിലുള്ള ജീവിതം എന്നുള്ളത് ഒരു യാത്രയാണ്. നമ്മളെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നമുക്ക് അറിഞ്ഞ ഒരു സ്റ്റേജ് അത് മുതലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കടന്ന് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഏജിലെത്തി, ഈ ഒരു പ്രായത്തിലെത്തി. ഇനി ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വേറൊരു സ്റ്റേജിലേക്ക് പോകും. അതാണ് നമ്മുടെ മരണം എന്നുള്ളത്. നമ്മളെല്ലാ ആളുകളും മരിക്കേണ്ട ആളുകളാണ്. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും. നമുക്ക് മരണത്തിൽ നിന്ന് എങ്ങോട്ടും ഓടാൻ അല്ലെങ്കിൽ ഓടി ഒളിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖിക്കും. നിങ്ങൾ ഓടി ഒളിക്കുന്ന ആ മരണം എന്നുള്ളത് അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. വളരെ ഭദ്രമായിട്ടുള്ള ഒരു കോട്ടക്കുള്ളിലാണ് നിങ്ങൾ എങ്കിലും മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അത് ചിലപ്പം ഹോസ്പിറ്റലിൽ വെച്ചാവാം, അതല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ ബെഡിൽ കിടന്ന സമയത്താവാം, അതല്ലെങ്കിൽ യാത്രാവേളകളിലാവാം, അതല്ലെങ്കിൽ കുളിക്കാൻ പോകുന്ന സമയത്താവാം. എവിടെയാണ് നമ്മളെ മലക്കുൽ മൗത്ത് നമ്മളുമായിട്ട് മീറ്റ് ചെയ്യുക, നമ്മളെ അടുക്കൽ വരിക എന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. പക്ഷേ ഈ മരണവേള എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാൻ കഴിയുമെന്നുള്ളതാണ്. മരണത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ആഗ്രഹിക്കേണ്ട, നമ്മൾ പരിശ്രമിക്കേണ്ട ഒരു വേളയാണ് ഞാനിപ്പോൾ ഇവിടെ ഓതി വെച്ച ആയത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ഫജ്റിലെ അവസാന ഭാഗങ്ങളിലുള്ള ആയത്തുകളാണ്. മലക്കുൽ മൗത്ത് ഒരു വ്യക്തിയുടെ അടുക്കൽ വരികയാണ്, മരണാസന്നനായിട്ടുള്ള വ്യക്തിയുടെ അടുക്കൽ. എന്നിട്ട് പറയുകയാണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജീ ഇലാ റബ്ബിക്ക് റാദിയത്തൻ മർദിയ, നീ നിന്റെ റബ്ബിലേക്ക് തൃപ്തിപ്പെട്ടും തൃപ്തി ലഭിച്ചവനായും മടങ്ങിക്കൊള്ളുക. ഫദ്ഖുലി ഫീ ഇബാദി, എൻ്റെ അടിയാന്മാരോടൊപ്പം പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നതി, സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്നുള്ളത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതിനെക്കുറിച്ചും കാഴ്ചപ്പാടുണ്ട്. നമ്മളെ വീടിനെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. എൻ്റെ വീട് എങ്ങനെയായിരിക്കണം, അത് എത്ര സ്ക്വയർ ഫൂട്ട് ഉണ്ടാവണം, അതിൻ്റെ അടുക്കള ഏത് ഭാഗത്തായിരിക്കണം, പെയിൻറ്റ് ഏത് കളറായിരിക്കണം. നമ്മളെ മക്കളെ കുറിച്ച്, മക്കളൊരു കോഴ്സ് കഴിഞ്ഞാൽ അടുത്ത കോഴ്സ് എന്തിന് അവനെ ചേർത്തണം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു യാത്രക്ക് മുമ്പ്, ഒരു കല്യാണത്തിനോ പ്രോഗ്രാമിനോ പങ്കെടുക്കുന്നതിന് മുമ്പ്, ആ ഫംഗ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ഡ്രസ്സാണ് ഞാൻ ധരിച്ചിരിക്കേണ്ടത്. അങ്ങനെ ജീവിതത്തിൻ്റെ ഏകദേശം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഓരോരോ കാഴ്ചപ്പാടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഗൗരവത്തിൽ നമുക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവേണ്ടതാണ് എൻ്റെ മരണം അത് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഈ ലോകത്ത് നിന്ന് ഞാൻ എൻ്റെ ശാശ്വതമായിട്ടുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന
ആ ഒരു സംഗതിയാണ് മരണം എന്നുള്ളത്. അപ്പം എൻ്റെ മരണം, എൻ്റെ ഈ ജസദിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ആത്മാവ് വിടവാങ്ങുന്ന സമയത്ത് മലക്കുൽ മൗത്ത് എന്നെ എങ്ങനെ അഭിമുഖീകരിക്കും, അതിനെക്കുറിച്ച് നല്ല ഒരു സ്വപ്നം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. സഹാബത്തിൻ്റെ ചരിത്രം വായിച്ചു നോക്കുമ്പോഴൊക്കെ അവർക്കൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ളവരായിരുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥിച്ചവരായിരുന്നു പലരും. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രാർത്ഥനയുണ്ടായിരുന്നു, അല്ലാഹുവേ എനിക്ക് നീ ഷഹാദത്ത് നൽകണേ, നിന്റെ ദീനിൽ എനിക്ക് നീ ഷഹാദത്ത് നൽകണേ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ വെച്ചാവണേ. ഉമർ റളിയല്ലാഹു അങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. ഷഹാദത്തോടു കൂടി മരിക്കണം, ഷഹീദായി മരിക്കണം. അതും എവിടെ വെച്ചിട്ട്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ വെച്ച്. ഉമർ റളിയല്ലാഹുവിൻ്റെ ആ ഒരു പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷഹാദത്തും. സുബഹിക്ക് നിസ്കാരത്തിന് നേതൃത്വം വഹിക്കുന്ന സമയത്ത് ഒരു വ്യക്തി അദ്ദേഹത്തെ കുത്തിക്കൊല്ലുകയായിരുന്നു. ആ കുത്തേറ്റാണ് അദ്ദേഹം ഷഹാദത്ത് വരിക്കുന്നത്. അപ്പോൾ ഷഹീദായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ വെച്ച്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വെച്ചായിരുന്നു എന്നുള്ളതാണ്. അപ്പം മരണത്തെക്കുറിച്ച് ഏറ്റവും നല്ല ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. നമ്മളെങ്ങോട്ട് ഞാൻ മരിക്കൂല എന്ന് എത്ര നമ്മൾ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ഒരു ദിവസം എന്തായാലും ഇതിനെ അഭിമുഖീകരിക്കേണ്ട സംഗതി തന്നെയാണ് മരണം എന്നുള്ളത്. അപ്പം ഈ ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് പ്രവർത്തിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ഒരു വ്യക്തി മരണത്തോടുകൂടി അയാൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് അയാൾ പ്രവേശിക്കുന്നത്. അതാണ് ഈ സൂറത്തുൽ ഫജ്റിലെ അവസാനത്തെ ആയത്തിലും പറയുന്നത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തുമയിന്ന. അവിടെ സൂചിപ്പിച്ചിട്ടുള്ള ആ ഒരു പദം നഫ്സുൽ മുത്തുമയിന്ന എന്നുള്ളതാണ്. നമ്മുടെ നഫ്സ് എന്നുള്ളത് പല കാറ്റഗറി ഉണ്ട്. ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ അതിൽ പ്രധാനമായിട്ടും മൂന്ന് കാറ്റഗറി കാണാം നഫ്സിനെ കുറിച്ച്. ഒന്ന് നഫ്സുൽ അമ്മാറയാണ്, രണ്ട് നഫ്സുൽ ലവ്വാമയാണ്, മൂന്ന് നഫ്സുൽ മുത്തുമയിന്നയാണ്. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മൾ പരിശ്രമിക്കേണ്ടതും നഫ്സുൽ മുത്തുമയിന്നയായി മാറണം എൻ്റെ നഫ്സ് എന്നുള്ളതാണ്. അപ്പം നഫ്സുൽ അമ്മാറ എന്നുള്ള എന്താണ്? സൂറത്തുൽ യൂസുഫിൽ കാണാൻ കഴിയും, ഇന്നൻ നഫ്സ ല അമ്മാറത്തും ബിസ്സൂ. ഈ അമ്മാറത്തായുള്ള നഫ്സ് നമുക്ക് പരിശോധിച്ച് നോക്കാൻ കഴിയും, എൻ്റെ നഫ്സ് ഇതിൽ ഏതിലാണ് പെടുന്നത് എന്നുള്ളത്. ഈ അമ്മാറത്തായിട്ടുള്ള നഫ്സ് എപ്പോഴും തിന്മ ചെയ്യാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരാളെക്കുറിച്ച് പരദൂഷണം പറയാൻ, കളവ് പറയുന്നതിന് വേണ്ടി, പാപങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു നന്മ നമ്മൾ ചെയ്യാൻ നേരത്ത് ഖുർആൻ പാരായണം ചെയ്യാൻ ഒന്ന് മനസ്സിലൊന്ന് ആഗ്രഹമുണ്ട്, അത് എടുത്തു വെക്കുമ്പോഴേക്കും ഇപ്പം പാരായണം ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തിൽ അങ്ങനെ ശ്രദ്ധിക്കണ്ട, അതുപോലെ തന്നെ ഇസ്ലാമിക വസ്ത്രധാരണം അതൊന്നും അത്ര രീതിയിലൊന്നും ഇടണ്ട. ഇതാണ് നഫ്സുൽ അമ്മാറ എന്ന് പറഞ്ഞാൽ. ഇത് തിന്മകൾ ചെയ്യാൻ നിരന്തരം ഇങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നഫ്സാണ്. ഏറ്റവും ചീത്തയായിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഈ നഫ്സിൻ്റേത്. അപ്പം നമ്മുടേത് അങ്ങനെ ആയിരിക്കരുത്. നമ്മളുടേത് നഫ്സുൽ മുത്തുമയിന്നയായി മാറാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇതിൻ്റെ ഇടയിലുള്ള ഒരു നഫ്സിൻ്റെ ഒരു അവസ്ഥയാണ് നഫ്സുൽ ലവ്വാമ. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ എന്ന് സൂറത്തുൽ ഖിയാമയിൽ അള്ളാഹു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കുറ്റപ്പെടുത്തുന്ന മനസ്സിനെ തൊട്ട്, അതായത് ഇത് നഫ്സുൽ അമ്മാറയേക്കാളും ഒന്നുപാടെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലാണ്. അതായത് ഒരു തെറ്റ് ചെയ്താൽ ഉടൻ തന്നെ മനസ്സിൽ ഒരു ചൊറിച്ചിൽ, അത് എന്തിനാണ് അത് ചെയ്തത്, അത് ചെയ്യേണ്ടില്ലേനല്ലോ, അത് എന്താണ് ഇപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയത് ഇപ്പം എന്താണ്. അങ്ങനെ നമ്മുടെ നഫ്സ് നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ കുറ്റപ്പെടുത്തൽ എങ്ങോട്ട് നയിക്കും? നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. അപ്പം ഇത് അമ്മാറയേക്കാൾ നല്ല ഒരു അവസ്ഥയാണ് നമ്മുടെ നഫ്സിൻ്റെ. അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച എന്തെങ്കിലും ഒരു നന്മ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു ദിവസം ഒരു സൂറത്ത് ഓതണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ എന്തൊക്കെ ഒരു ഒഫിലത്തുകൊണ്ട് അത് ഓതാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഖുർആൻ ഓതണം എന്ന് വിചാരിച്ചിരുന്നല്ലോ, അല്ലെങ്കിൽ മഗ്‌രിബിന് ഖുർആൻ ഓതണം എന്ന് വിചാരിച്ചു, എന്തുകൊണ്ട് ഓതിയില്ല, എന്താണ് എന്നൊക്കെ മാറ്റി വെച്ചത്. ഇങ്ങനെ നമ്മളെ നഫ്സ് ഇങ്ങനെ ചൊറിച്ചിലുണ്ടായിക്കൊണ്ടിരിക്കും. ഒരാളോട് എന്തെങ്കിലും സംസാരത്തിൽ നമ്മൾ ദേഷ്യം പിടിച്ച് എന്തെങ്കിലും പറഞ്ഞു പോയി, പിന്നെ നമ്മുടെ മനസ്സിങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്തുകയാണ്. അത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, അത് അയാൾക്ക് പ്രയാസമായിട്ടുണ്ടാവൂലേ, എന്ത് പണിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെന്ത് ചെയ്യും, അയാളെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ തെറ്റുപറ്റിപ്പോയതാണ്. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ മടി കാണിച്ച് പിന്നോട്ട് പോയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലോ ഇതിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്.
ഇതാണ് ലൗവാമ. നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്നത് ഈ ഒരു അവസ്ഥയാണ്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രയത്നിക്കേണ്ടതും ഇതിനേക്കാൾ ഉയർന്ന ഒരു സ്റ്റേജാണ് മുത്തുമൈന്നത്തായിട്ടുള്ള അവസ്ഥ നഫ്സിൻ്റെ. അതാണ് ഈ ഫജറിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. നമ്മുടെ മരണസമയത്ത് ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്ന വ്യക്തി എന്നുള്ളത് മുത്തുമൈന്നത്തായിട്ടുള്ള നഫ്സിൻ്റെ ഉടമകളായിരിക്കും എന്നുള്ളതാണ്. അവരോടാണ് പറയുന്നത്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തുമൈന്ന, സമാധാനമടഞ്ഞ ആത്മാവേ. അപ്പം മലക്കുൽ മൗത്ത് അടുത്ത് വന്നിട്ട് നമ്മുടെ തലഭാഗത്തിരിക്കും. ആദ്യം വരുന്നത് എല്ലാ മലക്കുകളും വരും. ഒരു മരണാസന്നനായിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുക്കൽ മരണത്തിൻ്റെ ആ ഒരു അജലാകുന്ന സമയത്ത്, സമയമാകുന്ന സമയത്ത് അയാളുടെ കണ്ണ് കാണുന്ന ദൂരത്തോളം മലക്കുകളുണ്ടാവും. അത് നല്ല വ്യക്തിയാണ് മരണപ്പെടുന്നത് എങ്കിൽ നല്ല മുഖം, സൂര്യ തേജസ്സുള്ള നല്ല വെളുത്ത വസ്ത്രധാരികളായിട്ടുള്ള സൗന്ദര്യമുള്ള മലക്കുകൾ അയാളുടെ കണ്ണെത്താ ദൂരത്തോളം നിറഞ്ഞിരിക്കും. അത് പക്ഷേ അയാളുടെ സമീപത്തിരിക്കുന്ന ഭാര്യയ്ക്ക് കാണാൻ കഴിയുന്നുണ്ടാവില്ല, ഉപ്പക്ക് കാണാൻ കഴിയുന്നുണ്ടാവില്ല, മക്കൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, മരണാസന്നനായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അത് കാണുന്നുണ്ടാകും. പിന്നീട് മലക്കുൽ മൗത്ത് വന്നിട്ട് അയാളുടെ തലഭാഗത്ത് ഇരിക്കും. മലക്കുൽ മൗത്തിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധമുണ്ടായിരിക്കും, കഫം പുടവുണ്ടായിരിക്കും. എന്നിട്ട് ആ നഫ്സിനോട്, ആ മനുഷ്യനോട് അയാളോട് പറയും, ത്വയ്യിബായ പരിശുദ്ധനായിട്ടുള്ള ആത്മാവേ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിൻ്റെ മാഫിറത്തിലേക്ക് നീ മടങ്ങിക്കൊള്ളുക എന്ന് പറയുമ്പം, നമ്മൾ വീട്ടിലൊരു കുടത്തിലൊരു വെള്ളം വെച്ചാൽ ആ കുടം ഇങ്ങോട്ട് ചരിച്ചാൽ ആ കുടത്തുനിന്ന് വെള്ളം ഒരു ഗ്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഈസി ആയിട്ടും കൂടെ വരുമല്ലോ. ഇതേപോലെ ആ ശരീരത്തിൽ നിന്ന് റൂഹ് അങ്ങനെ അങ്ങോട്ട് ഈ മലക്കുൽ മൗത്തിൻ്റെ അടുക്കൽ, മലക്കുൽ മൗത്ത് അങ്ങനെ ഇതിനെടുക്കും, അത്തറ് പുരട്ടിയ കഫം പുടവിലാക്കിയിട്ട് അത് അടുത്ത മലക്കുകൾക്ക് കൈമാറും. അങ്ങനെ ഒന്നാം ആകാശത്തെത്തും. മലക്കുകൾ ഇങ്ങനെ കൈമാറി ഒന്നാം ആകാശത്തെത്തുമ്പോൾ അതിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അവിടെ നിന്ന് വിളിച്ചു പറയും, ഏതാണ് ഈ ഭൂമിയിൽ അയാൾ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല പേരിൽ ആ ആത്മാവിനെ സ്വാഗതം ചെയ്യും. ഇതാണ് മരണത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്നുള്ളത്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു മരണമായിരിക്കണം നമ്മൾക്ക് വരേണ്ടത്. അപ്പം അതിന് നഫ്സുൽ മുത്തുമൈന്നത്തായിട്ട് നമ്മൾ മാറണം. അപ്പം മുത്തുമൈന്ന എന്നുള്ള പദവും അത് എങ്ങനെ, ആ ഒരു പദം നമുക്ക് എങ്ങനെ കരസ്ഥമാക്കാൻ കഴിയും, ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ കഴിയും, അത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നഫ്സിന് തുമൈനീനത്ത്, ശാന്തത, ശാന്തനായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും ഇത്. ശാന്തൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ മുണ്ടാതെ നിൽക്കുന്ന ആൾ എന്നുള്ളത് അർത്ഥമല്ല, ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥ. അത് ഇൻഷാ അല്ലാഹ് അത് നമുക്ക് സൂചിപ്പിക്കാം. ഖുർആനിൽ മുത്തുമൈന്നത്തായിട്ടുള്ള ഒരു അവസ്ഥ ഒരാൾക്ക് കൈവരുന്നൊരു സാഹചര്യം പറയുന്നുണ്ട്. അത് സൂറത്തു റാദിൽ കാണാൻ കഴിയും. അലാ ബിസിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക തുമൈനീനത്ത്, നിങ്ങളുടെ കൽബിന് തുമൈനീനത്ത് കിട്ടുന്നത് ദിക്റിലൂടെയാണ് എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ നഫ്സിന്, നമ്മുടെ കൽബിന് മുത്തുമൈന്നത്തായിട്ടുള്ള, തുമൈനീനത്തായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾക്ക് കിട്ടണമെങ്കിൽ ദിക്റ് ഉള്ള ആളുകളായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. അപ്പം എന്താണ് ദിക്റ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ദിക്റ്. അപ്പം അത് നമ്മൾ നാവ് കൊണ്ട് പറയുന്നത് ദിക്റാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നിങ്ങനെ നിരന്തരം നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ പറയുന്നുണ്ടാവും. നിസ്കാര ശേഷവും മുമ്പും ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഇത് ദിക്റ് ചൊല്ലുന്നുണ്ടായിരിക്കും. ഇത് നമ്മുടെ ലിസാന് കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന ദിക്റാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കൽബ് കൊണ്ടുള്ള ദിക്റുണ്ട്. കൽബ് കൊണ്ടുള്ള ദിക്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാനെ ഓർക്കുകയാണ്. ഒരു പാപം ചെയ്യാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നു, ഒരു തെറ്റ് ചെയ്യാനുള്ള, ആരും കാണുന്നില്ല. ഈ സമയത്ത് നമ്മുടെ കൽബിൽ ഓർമ്മ വരികയാണ്, ഞാനിപ്പോൾ ഇത് ചെയ്താൽ ഇത് നാളെ അള്ളാൻ്റെ മുമ്പിൽ എനിക്ക് മറുപടി പറയേണ്ടി വരുമല്ലോ. ഇത് ദിക്റാണ്. ഒരു പാപം ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പാപത്തിന് ചെയ്യാനുള്ള അവസരങ്ങൾ വരുമ്പം റബ്ബിനെ കുറിച്ചുള്ള ആ ഒരു ഓർമ്മ, ദിക്ർ എന്ന് പറഞ്ഞാൽ തന്നെ ഓർക്കുക എന്നുള്ളതാണ്. ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ വരികയും അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. പിന്നെ നിസ്കാരം, നമ്മൾ 5 നേരം ഫർളായിട്ടുള്ള നിസ്കരിക്കുന്നത്, അതുപോലെ സുന്നത്ത് നിസ്കരിക്കുന്നത്, തഹജ്ജുദ് നിസ്കരിക്കുന്നത്, ളുഹാ നിസ്കരിക്കുന്നത്, ഇതൊക്കെ ദിക്റാണ്. വഅഖിമിസ് സ്വലാത്ത ലിസിക്രി എന്ന് ഖുർആനിൽ കാണാൻ കഴിയും. എന്നെ ഓർക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുക. അപ്പോൾ ഒരാളുടെ മനസ്സിന് തുമനീനത്ത് കിട്ടുന്ന
എങ്ങനെയാണ് തുമൈനീനത്ത് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന് നമ്മുടെ നാവ് കൊണ്ട് ദിക്റിലായിരിക്കുന്ന സമയത്ത്, കൽബ് കൊണ്ട് ദിക്റിലായിരിക്കുന്ന സമയത്ത്, നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഖുർആനിനെ കുറിച്ചും അള്ളാഹു പറഞ്ഞത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, ഈ ഖുർആനിനെ, ഈ ദിക്റിനെ നാമാണ് ഇറക്കിയത്. അപ്പോൾ ഖുർആൻ എന്താണ്? ദിക്റാണ്. അപ്പോൾ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത്, തിലാവത്ത് നടത്തുന്നത്, ഖുർആൻ ഹിഫ്ളാക്കുന്നത്, ഖുർആനിലെ ആയത്തുകളുടെ ആശയം അത് നമ്മൾ ചിന്തിക്കുന്നത്, അത് ദിക്റാണ്. അപ്പം മരണസമയത്ത് നമുക്ക് സമാധാനം കിട്ടണമെങ്കിലും ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് സമാധാനം കിട്ടണമെങ്കിലും അതിനുള്ള ഒരു മാർഗമാണ് ദിക്ർ എന്നുള്ളത്. ദിക്റില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം എന്നും ടെൻഷനും അസ്വസ്ഥതകളും നിറഞ്ഞതായിരിക്കും. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക. എൻ്റെ ദിക്റിനെ തൊട്ട് ആരെങ്കിലും അവഗണിച്ചാൽ, പുറംതിരിഞ്ഞ് മാറി നിന്നാൽ അയാൾക്കുണ്ടാവുക വളരെ ടഫായിട്ടുള്ള, പ്രഷർ നിറഞ്ഞ, ടെൻഷൻ നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും എന്നുള്ളതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. കാരണം എന്താ? ദിക്റുള്ള, അള്ളാഹിനെ കുറിച്ച് എപ്പോഴും ഓർക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏതൊരു സാഹചര്യത്തിലും അയാൾ അള്ളാഹുവിലേക്കായിരിക്കും വിഷയങ്ങളെ കൈകാര്യം ചെയ്യുക. രോഗം വരുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ രോഗം മുഖേന അള്ളാഹു എൻ്റെ പാപങ്ങൾ പൊറുക്കും, എനിക്കിതിന് പ്രതിഫലം ലഭിക്കും, നാളെ മഹ്ശറിലെത്തുന്ന സമയത്ത് എൻ്റെ പദവികൾ, ഉയർന്ന പദവികൾ എനിക്ക് കിട്ടാനുള്ള സബബാക്കി വെച്ചിട്ടുള്ള ഒന്നാണ് ഈ രോഗം. ഇങ്ങനെ ആ മനസ്സിങ്ങനെ അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പം മനസ്സിൽ ശാന്തത വരും. രണ്ടാമതായിട്ട് നമുക്കുണ്ടാവേണ്ടത്, നഫ്സിന് തുമൈനീനത്ത് കിട്ടണമെങ്കിൽ ശുക്റുള്ള ആളുകളായിട്ട് നമ്മൾ മാറുക. ഒന്ന് ദിക്ർ, രണ്ട് ശുക്ർ. ശുക്ർ എന്ന് പറയുമ്പം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. മനസ്സ് അസ്വസ്ഥമാകുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? കിട്ടാത്തതിനെ കുറിച്ച് അങ്ങനെ ആലോചിച്ചാൽ നമ്മളെല്ലാ സമാധാനം പോകും. നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. കിട്ടിയിട്ടുള്ള കുറേ അനുഗ്രഹങ്ങളിലേക്ക് ചിന്തകൾ നമ്മൾ പായിച്ചാൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ആ ചിന്തയിൽ നിന്ന് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, അതാണ് ശുക്ർ എന്നുള്ളത്. മൂന്നാമതായിട്ട് ഉണ്ടാവേണ്ടത് സ്വബറാണ്. മനസ്സിൻ്റെ തുമൈനീനത്തിന് നമുക്ക് വേണ്ട മൂന്നാമത്തെ കാര്യം ക്ഷമയുണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, രോഗം, പ്രയാസം, മരണം, ഇതൊക്കെ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഈ ചെയ്യാനുള്ളതിൽ നമ്മൾ സ്വബറോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സ്വബർ നമ്മൾക്ക് ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കണം? അള്ളാഹുവിൻ്റെ ഖദറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഖദറിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരാൾക്കേ സ്വബറുണ്ടാവുകയുള്ളൂ. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ല. ഒരു മുസീബത്തും നിങ്ങളെ ബാധിക്കുന്നില്ല അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ എന്നാണ്. അപ്പം എനിക്ക് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടത് അത് അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ചിട്ടുള്ളതാണ്. ഞാൻ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുള്ളത് അത് അള്ളാഹുവിൻ്റെ ഒരു ഖദർ അനുസരിച്ചിട്ടാണ്. അള്ളാഹുവിൻ്റെ ഖദർ നമ്മൾ മനസ്സിലാക്കിയാൽ അടുത്ത സ്റ്റേജ് വരേണ്ടത് ഇതിൽ നമ്മൾ തൃപ്തിയാവുക എന്നുള്ളതാണ്. അതാണ് റിള എന്നുള്ളത്. അപ്പോൾ സ്വബർ നമ്മൾക്കുണ്ടാവണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ ഖദറിനെ കുറിച്ച് മനസ്സിലാക്കണം. ഖദറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ ആ മനസ്സിൽ നിന്ന് ഉണ്ടാകുന്നതാണ് റിള എന്നുള്ളത്. ഇത് ഉണ്ടായാൽ നമുക്ക് സ്വബർ ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ സ്വബറോടുകൂടി മുന്നോട്ട് പോയാൽ ഈ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും അയാൾക്ക് പ്രശ്നമുണ്ടായിരിക്കില്ല. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ ഒക്കെ ആ ഒരു അവസ്ഥയാണ്. അവർക്കൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുകയാണ്, മക്കളെ നഷ്ടപ്പെടുകയാണ്. തിരിച്ച് ഈ വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് അവർ കരഞ്ഞ് പരിതപിച്ചിരിക്കുകയല്ലല്ലോ, അൽഹംദുലില്ലാ എന്നാണ് അവർ പറയുന്നത്. എൻ്റെ ഭർത്താവ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായല്ലോ, എൻ്റെ മക്കൾ ഷഹീദായല്ലോ. എത്ര ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ മലർത്തി കിടത്തിയിട്ട് ആ പൂയിമണ്ണിൽ വലിക്കുകയാണ്. നേരെ വലിക്കുകയല്ലല്ലോ ചെയ്തത്. ഒരാളിപ്പോൾ നമ്മളിപ്പോൾ ഈ വെയിലിറക്കുന്ന സമയത്ത് കുപ്പായം കഴിച്ചിട്ട് ആ റോട്ടുമേലൊന്ന് മലന്നാണ് കിടന്നാൽ എത്ര സമയം നമ്മളവിടെ കിടക്കും? ഒന്നും വേണ്ട, ചെരുപ്പില്ലാതെ ഒന്ന് നടന്നാൽ നമുക്ക് എത്ര സമയം? നമ്മൾ കുറച്ച് ആ റോട്ടുമേ ചവിട്ടി പിന്നെ കാലൊന്ന് പൊക്കും. ഇവിടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മലർത്തി കിടത്തിയിട്ട് വലിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊന്താതിരിക്കാൻ വേണ്ടി നെഞ്ഞത്ത് വലിയ പാറക്കല്ല് കയറ്റി വെച്ചിട്ടുണ്ട്.
എന്നിട്ട് ഇത് വലിക്കുന്ന സമയത്തും അഹദ് എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ അവർക്ക് കഴിഞ്ഞത് എന്താണ്? ആ സ്വബറാണ് അതൊക്കെ. അപ്പം ഈ സ്വബറോട് കൂടി മുന്നോട്ട് പോയാൽ അവർക്ക് കിട്ടാനുള്ളത് എന്താണ്? വജസാഉം ബിമാ സ്വബറു ജന്നത്തും വഹരീറ. ഈ ദുനിയാവിലെ 80-90 കൊല്ലം അല്ല ജീവിതം, ശാശ്വതമായിട്ട് ജീവിക്കേണ്ട ഒരു ലോകമുണ്ട്. അവിടെ തായ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം അത് ഒരുക്കി വെച്ചിട്ടുള്ളത് വജസാഉം ബിമാ സ്വബറുന്ന സ്വബർ കൈക്കൊണ്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിലേക്ക്, ഈ സ്വബറിനെ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവന്നാൽ അത് നമുക്ക് ഈ ദുനിയാവിൽ തുമനീനത്തുള്ള ഒരു നഫ്സ് നമുക്കുണ്ടാവാൻ അത് സഹായകമാകുമെന്നുള്ളതാണ്. നാലാമതായിട്ട് നമുക്കുണ്ടാവേണ്ടത് തവക്കുലാണ്. തവക്കുലുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് കുറേ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത്, ടെൻഷനിലാക്കുന്നത് എന്താണ്? നാളെ നടക്കാനുള്ള കുറേ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ചിന്തകളാണ്. അപ്പം ഈ സംഗതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മനസ്സിൽ നിന്നതൊക്കെ റബ്ബിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുക. എൻ്റെ കാര്യങ്ങളെല്ലാം വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ഒരാൾ അള്ളാഹുവിനെ വക്കീലാക്കിയാൽ അവൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ അതൊക്കെ പൂർത്തിയാക്കാൻ, അതൊക്കെ പരിഹരിക്കാൻ അള്ളാഹു മതിയായവനാണ് എന്നുള്ളത്. വതവക്കൽ അലല്ലാഹി വകഫാ ബില്ലാഹി വക്കീല. നീ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, നിന്റെ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ അള്ളാഹു മതിയായവനാണ് എന്നുള്ളതാണ്. അപ്പം തുമനീനത്തായിട്ട് ഉള്ള ഒരു നഫ്സ് നമുക്കുണ്ടാവണമെങ്കിൽ നമുക്കുണ്ടാവേണ്ട 4 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. 1 ദിക്റാണ്, 2 ശുക്റാണ്, 3 സ്വബറാണ്, 4 തവക്കുലാണ്. ഇത് ദുനിയാവിൽ ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മരണസമയത്ത്, മലക്കുൽ മൗത്ത് വരുന്ന സമയത്ത്, മരണസമയത്തും അയാൾക്ക് തുമനീനത്തോടു കൂടി പോകാൻ കഴിയും. ആ നഫ്സിനെയാണ് വിളിക്കുന്നത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർദിയ, നീ നിന്റെ റബ്ബിലേക്ക് റാദിയത്തായിട്ട് തൃപ്തിയുള്ളവനായിട്ട് മടങ്ങുക എന്ന്. അപ്പോൾ ദുനിയാവിൽ ജീവിച്ച സമയത്ത് നേരത്തെ പറഞ്ഞല്ലോ റിള നമ്മൾക്ക് എപ്പോഴൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. ഖദർ, അള്ളാഹുവിൻ്റെ ഖദർ സംഭവിക്കുന്ന സമയത്ത് ഫമൻ റളിയ ഫലഹു റിള. ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളുമൊക്കെ സംഭവിക്കുന്ന സമയത്ത് അതിലാരെങ്കിലും തൃപ്തിപ്പെട്ടാൽ, അള്ളാഹുവിൻ്റെ ഖദറിൽ തൃപ്തിപ്പെട്ടാൽ ഫലഹു റിള, അവൻ അള്ളാഹുവിൻ്റെ റിള ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ റാദിയത്തൻ, ഈ ആള് രോഗമായ സമയത്ത്, ക്യാൻസറായ സമയത്ത് അയാൾ ചികിത്സിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ ഖദറിൽ തൃപ്തിപ്പെട്ടു. ആക്സിഡൻറ്റ് സംഭവിച്ച് കൈകാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ട സമയത്ത് അത് അള്ളാഹു നിശ്ചയിച്ച ഒരു മുസീബത്ത് എന്നിൽ സംഭവിച്ചതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിധിയിൽ തൃപ്തിപ്പെട്ടു. അയാൾ ചികിത്സിക്കുന്നതോടൊപ്പം തന്നെ തൃപ്തിപ്പെട്ടു. ഭർത്താവ് മരണപ്പെട്ട സമയത്ത് ഇത് അള്ളാഹു ആണ് എല്ലാ മനുഷ്യർക്കും അള്ളാഹുവിൻ്റെ പെർമിഷൻ മൂലമാണ് റൂഹിനെ പിടിക്കുന്നത്. ഇത് മനസ്സിലാക്കി ഒരു സഹോദരി വർഷങ്ങളോളം ക്ഷമിക്കുകയും അള്ളാഹുവിൻ്റെ ആ ഒരു വിധിയിൽ തൃപ്തിപ്പെടുകയും ചെയ്തു. ഇങ്ങനെ തൃപ്തിപ്പെട്ടവരാണ് ഇർജി ഇലാ റബ്ബിക്ക് റാദിയത്തൻ എന്ന് പറയുന്നത്. റബ്ബിലേക്ക് മടങ്ങുക, നീ ആരായിരുന്നു? നീ തൃപ്തിയുള്ള ആളായിരുന്നു എന്ന്. അതായത് അള്ളാഹിൻ്റെ ഖദറിൽ നീ തൃപ്തിപ്പെട്ടിരുന്നു. രോഗം വന്നപ്പം, മരണം വന്നപ്പം, സാമ്പത്തിക പ്രയാസം വന്നപ്പോഴൊക്കെ നീ തൃപ്തിപ്പെട്ട ആളായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും നമ്മളോട് ചെല്ലാൻ പറഞ്ഞൊരു ദിക്റുണ്ട്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയൻ. ഇത് 3 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും നമ്മളോട് ചെല്ലാൻ പറഞ്ഞൊരു ദിക്റാണ്. റളീതു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ബില്ലാഹി റബ്ബൻ, എൻ്റെ റബ്ബ് അള്ളയാണ് എന്നുള്ളതിൽ. അപ്പം നമ്മൾ അള്ളാഹിനെ തൃപ്തിപ്പെടുകയാണ്. എൻ്റെ റബ്ബ്, എൻ്റെ രക്ഷിതാവ്, എൻ്റെ കാര്യങ്ങൾ എന്നെ വളർത്തി എനിക്ക് എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തു തരുന്നവൻ റബ്ബാണ് എന്നുള്ളതിൽ ഞാൻ തൃപ്തനാണ്. അപ്പം അള്ളാഹുവിൽ നമ്മൾ തൃപ്തിപ്പെട്ടാൽ പിന്നെ നമ്മുടെ ജീവിതം അള്ളാഹ്ക്ക് തൃപ്തിയുള്ള രീതിയിലായിരിക്കും മുന്നോട്ട് പോകേണ്ടത്. രാവിലെയും വൈകുന്നേരവും വെറുതെ നമ്മളിത് 3 പ്രാവശ്യം പറയല്ല വേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പറയണം. റളീതു ബില്ലാഹി റബ്ബൻ, റബ്ബിനെ ഞാൻ, എൻ്റെ അള്ളാഹുവിനെ ഞാൻ എൻ്റെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ഞാൻ ദീനായിട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾക്ക് തോന്നിയ പോലെ ജീവിക്കാൻ പറ്റൂല. നമ്മൾക്ക് റിളയുള്ള ആളുകളായിട്ട് മാറണമെങ്കിൽ ഇസ്ലാമിനെ നമ്മൾ ദീനായിട്ട് തൃപ്തിപ്പെടണം.
സംസാരത്തിൽ സൂക്ഷ്മത വേണം. കളവ് പറയാൻ പാടില്ല, പരദൂഷണം പറയാൻ പാടില്ല, സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ തട്ടിപ്പ് നടത്താൻ പാടില്ല. നമ്മൾ വസ്ത്രം വബിൽ ഇസ്ലാമി ദീനം വബി മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയൻ, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായിട്ടും ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഏതെങ്കിലും കോലത്തിൽ ഏതെങ്കിലും കൈകൊണ്ടല്ല, വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുകയും വലത് കൈകൊണ്ട് വെള്ളം കുടിക്കുകയും വേണം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ജീവിതത്തിൽ പുലർത്തുന്നതിൽ തൃപ്തിയുള്ള ഈ ദീനുൽ ഇസ്ലാമിൻ്റെ ആ ഒരു മാർഗത്തിൽ ചരിക്കുന്ന അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട ഒരു രീതി, ഇത് നമ്മൾ 3 പ്രാവശ്യം നമ്മൾ രാവിലെയും വൈകുന്നേരവും നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ പറയണം. ഇത് നമുക്ക് റിള കിട്ടാനുള്ള ഒരു മാർഗം കൂടിയാണ്. അപ്പോൾ റാളിയത്തം മർളിയ, നീ തൃപ്തനായിരുന്നു ദുനിയാവിൽ ജീവിച്ച സമയത്ത് അള്ളാഹുവിൻ്റെ ഖദറിൽ, ദീനിൽ, അള്ളാഹുവിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒക്കെ നീ തൃപ്തിപ്പെട്ടയാളായതുകൊണ്ട് തന്നെ നിനക്കെന്ത് മർളിയൻ, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി ലഭിച്ചിരിക്കുന്നു. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, നീ എൻ്റെ അടിയാന്മാരിൽ പ്രവേശിച്ചു കൊള്ളുക, സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ഏറ്റവും സന്തോഷമുള്ള ഒരു ലോകത്തേക്ക് പിന്നെ നമ്മൾ പ്രവേശിക്കുകയാണ്. അതും ഏറ്റവും നല്ല ഫ്രണ്ട് സർക്കിളിലേക്ക്, ഏറ്റവും നല്ല സുഹൃത്തുക്കളിലേക്ക്, പ്രവാചകന്മാരോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം. സ്വർഗത്തിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാകും, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉണ്ടാകും, മൂസാ നബി അലൈഹി സ്വലാമ ഉണ്ടാകും, ആസിയ റളിയല്ലാഹു അൻഹ ഉണ്ടാകും, മറിയം അലൈഹി സ്വലാമ ഉണ്ടാകും, ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ടാകും. അങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിശിഷ്ടരായിട്ടുള്ള വ്യക്തികളുടെ അവരോടൊപ്പം പിന്നെ നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദുനിയാവിലുള്ള താൽക്കാലിക ലോകമല്ല നമ്മുടെ ജീവിതം എന്നുള്ളത്. ശാശ്വതമായിട്ട് നമുക്ക് ജീവിക്കാനുള്ളത് മരണശേഷമുള്ള ജീവിതമാണ്. അപ്പോൾ ആ മരണശേഷമുള്ള ജീവിതം, ആ മരണത്തിൻ്റെ സമയം, എൻ്റെ മരണം അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ല കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നുൽ ഹാത്തിം, അള്ളാഹുവേ നീ എനിക്ക് ഏറ്റവും നല്ല പര്യവസാനം നീ എനിക്ക് നൽകണേ. തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ, അള്ളാഹുവേ നീ മുസ്ലിമായിട്ട് എന്നെ മരിപ്പിക്കണേ, സ്വാലിഹീങ്ങളിൽ നീ എന്നെ കൂട്ടിച്ചേർക്കണേ എന്നുള്ള രീതിയിൽ നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് ആദ്യം ആഗ്രഹിക്കണം. മനസ്സിൽ ആഗ്രഹമുണ്ടായാലേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ ഒരു ചിന്തയോ ആഗ്രഹമോ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയും ഉണ്ടാവില്ല, പ്രവർത്തനയും ഉണ്ടാവില്ല. അപ്പം നമ്മൾ നല്ല ആഗ്രഹിക്കണം. നമ്മുടെ മരണത്തെക്കുറിച്ച് നല്ല സ്വപ്നങ്ങൾ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ അള്ളാഹിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ആഗ്രഹവും പ്രാർത്ഥനയും മാത്രം പോരാ, അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഓരോ സമയം നമ്മിൽ നിന്നിങ്ങനെ വിടവാങ്ങുമ്പോഴും അള്ളാഹുവിന് തൃപ്തിയുള്ള രീതിയിലാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് സ്വന്തം നഫ്സിനോട് നിരന്തരം ആത്മപരിശോധന നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അങ്ങനെ ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ മരണസമയമാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ് യാ ഹയ്യു യാ ഖയ്യൂം. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളോട് അനുഭവിക്കുന്ന സാമ്പത്തികവും ശാരീരികവും മാനസികവുമായിട്ടൊക്കെയുള്ള പ്രയാസങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നതിനും സ്വർഗപ്രവേശനത്തിനുമുള്ള കാരണങ്ങളാക്കി നീ മാറ്റണേ അല്ലാഹ്. അള്ളാഹുവെ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മലക്കുൽ മൗത്തിൽ നിന്ന് സന്തോഷ വാർത്ത ഏറ്റുവാങ്ങി മരണപ്പെടുന്നവരിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ റബ്ബേ. അള്ളാഹുവെ, പല രീതിയിലുള്ള രോഗങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നീയാണ് ശിഫ നൽകുന്നവൻ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ വീടുകളിലും കുടുംബങ്ങളിലും രോഗികളായിട്ടുള്ളവരുണ്ട്. പലരും രോഗികളായിട്ടുള്ളവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ രോഗങ്ങൾ നീ പരിപൂർണമായിട്ടും ശിഫ നൽകണേ റബ്ബേ. അള്ളാഹുവെ, ഈ രോഗാവസ്ഥയിലും പ്രയാസ സമയത്തുമൊക്കെ സ്വബ്റോടുകൂടി നിലകൊള്ളുന്ന ഈമാനിൻ്റെ അവസ്ഥ നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതം ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷവും സമാധാനവും നിറഞ്ഞതാക്കി മാറ്റണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടിത്തരണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവരിൽ വീടില്ലാത്തവർക്ക് നീ വീട് നൽകണേ റബ്ബേ. അള്ളാഹുവെ, മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സന്തോഷവും സമാധാനവും നൽകണേ റബ്ബേ.
അള്ളാഹുവെ ഞങ്ങളുടെ കബറിടങ്ങൾ വിശാലവും സ്വർഗീയവുമാക്കണേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, ബന്ധുമിത്രാദികൾ അവരുടെ ബർസക്കിയായ ജീവിതം നീ സന്തോഷകരമാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണേ റബ്ബേ. അള്ളാഹുവെ അന്ത്യനാളിൽ നീ ഞങ്ങൾക്ക് നിർഭയത്വവും സമാധാനവും നൽകണേ റബ്ബേ. അള്ളാഹുവെ മഹ്ശറിൽ അർശിൻ്റെ തണൽ ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ റബ്ബേ. അള്ളാഹുവെ കിതാബ് വലങ്കയിൽ ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ റബ്ബേ. അള്ളാഹുവെ സിറാത്ത് മിന്നൽ വേഗതയിൽ കടക്കുന്നവരിൽ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ റബ്ബേ. അള്ളാഹുവെ നിൻ്റെ ഔദാര്യം കൊണ്ട് നീ ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ അള്ളാഹ്. അള്ളാഹുവെ നിൻ്റെ ഔദാര്യം കൊണ്ട് നീ ഞങ്ങളെ നരകത്ത് തൊട്ട് കാത്തു രക്ഷിക്കണേ റബ്ബേ. അള്ളാഹുവെ ലോകത്തെല്ലായിടത്തുമുള്ള മുസ്ലിമീങ്ങൾക്ക് ദീനനുസരിച്ച് നിർഭയത്വത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം നൽകണേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകളും നീ കബൂൽ ചെയ്യണേ അള്ളാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين. السلام عليكم ورحمة الله.